വിഷ്ണു, കഴിഞ്ഞ ദിവസങ്ങളിൽ ജന്തർ മന്ദറിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഈ പ്രതിഷേധത്തിന് ഇന്ത്യ ഒട്ടാകെ സാക്ഷികളാകുമ്പോഴും ഈ പറഞ്ഞ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു സർക്കാരിനെയും അർദ്ധസൈനിക വിഭാഗത്തെയും നമ്മൾ കാണുകയാണ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരെ പോലും വലിച്ചിഴയ്ക്കുന്ന ഒരു ഒരു എന്താ പറയുക, ദില്ലി പോലീസ് അല്ലെങ്കിൽ അവിടുത്തെ അർദ്ധസൈനിക വിഭാഗം, അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ തന്നെ പ്രതിപക്ഷ നേതാവിനെ വലിച്ചിഴയ്ക്കുന്ന സംഭവം, നമ്മുടെ പ്രിയങ്ക ഗാന്ധിയെ പിടിച്ചുകൊണ്ടുപോകുന്ന ഈ പുരുഷ പോലീസുകാർ, എന്താണ് ശരിക്കും ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ജനാധിപത്യത്തിൻ്റെ തന്നെ ഒരു ഇരുണ്ട കാലഘട്ടം എന്നുള്ളതാണ്. ഈ ഇത്രയും നാളുകൾക്കിടയിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 2011 ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ പ്രതിഷേധം പാർലമെന്റിലേക്ക് ഉണ്ടായത്. ഡൽഹി എന്ന് പറയുന്നത് തന്നെ പ്രധാനമായിട്ടും പ്രതിഷേധങ്ങൾ ഏറ്റവും കൂടുതൽ ഉയരുന്ന നാടാണ്. അതിപ്പോൾ നമ്മുടെ ജയപ്രകാശ് നാരായണൻ മുതൽ ഒരുപാട് അങ്ങനെ ഉയരുന്നൊരു നാടാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ അതിനുശേഷം ഇന്നാണ് ഇപ്പോൾ 2026 ഈ ഒരു CJP-യുമായി ബന്ധപ്പെട്ട് ഡൽഹി അത്രയും കലാശപൂരിതമായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അധികാരവർഗം വിദ്യാർത്ഥികളെയാണ് അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. അതും അവരങ്ങനെ വലിയ ദ്രോഹമൊന്നും ചെയ്തിട്ടല്ല, അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം നീറ്റ് പരീക്ഷ എന്നത് അത് പഠിച്ചവർക്ക്, അല്ലെങ്കിൽ ആ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് അത്രയും അധ്വാനിച്ച് പഠിച്ച് എഴുതി അത് അത്രയും കോൺഫിഡൻസ് ഉള്ളവർക്ക് അറിയാം അത് കിട്ടില്ല. അത് ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാവുമ്പോൾ അവനുണ്ടാവുന്ന വിഷമമുണ്ട്, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുന്ന വിഷമമുണ്ട്. അത് ഈ സർക്കാർ കാണാതെ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. അതെ, എനിക്ക് തോന്നുന്നു വിദ്യാർത്ഥികൾ എന്നതിനേക്കാൾ ഉപരി സർക്കാരിനെതിരെ ശബ്ദമുയർത്തിയ ആരെയും കേൾക്കാൻ ഈ പറഞ്ഞ കേന്ദ്രം തയ്യാറായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ വിദ്യാർത്ഥികൾ ശബ്ദമുയർത്തിയത് എന്തിനെതിരെയാണ്? നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായി. അപ്പോൾ ഇതിന് ഞങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ടാകണം എന്നുള്ള ആവശ്യവുമായിട്ട് വിദ്യാർത്ഥികൾ ഇറങ്ങുകയാണ്. അതിന് CJP-യുടെ സപ്പോർട്ട് ഉണ്ടാകുന്നു. പല ഈ പറഞ്ഞ കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിന് പിന്നാലെയാണ്, ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ശേഷമാണ് ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളും കേരളത്തിൽ നിന്നുള്ള MLA-മാരും നമ്മുടെ മുഖ്യമന്ത്രിയും PC വിഷ്ണുനാഥൻ, ഡീൻ കുര്യാക്കോസും എല്ലാവരും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? സാധാരണ വിദ്യാർത്ഥികളോട് തോന്നുന്ന അമർഷം ഈ പറഞ്ഞ നമ്മുടെ മുതിർന്ന നേതാക്കളോട് ഇവർ കാണിക്കില്ലല്ലോ. അവർക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയാണോ മന്ത്രിയാണോ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒബ്വിയസ്ലി ഈ നമ്മുടെ PC വിഷ്ണുനാഥിനെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സാഹചര്യത്തിൽ സൈഡിൽ നിന്ന് പുള്ളി ഒരു മിനിസ്റ്റർ ആണെന്ന് സൈഡിൽ നിന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് പോലും അവരെ മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ അവരെ വെറുതെ വിടാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവർക്ക് ഏത് തരത്തിലുള്ള ഓർഡർ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ഏത് വിധേനയും ഇതിനെ അടിച്ചമർത്തണം, ഇവരിനി ശബ്ദം ഉയർത്തരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഓർഡർ, കൃത്യമായിട്ടുള്ള നിർദ്ദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം. ഇനി എൻ്റെ ഒരു ഇതിനെ ഈ പറയുന്ന പോലെ മോട്ടിവേഷൻ കളയാനൊന്നുമല്ല. ആരെന്ത് ചെയ്താലും ഈ പറയുന്ന പോലെ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാൽ പോലും ഞങ്ങൾ കേൾക്കില്ല എന്നുള്ളൊരു രീതിക്ക് തന്നെയാണ് കേന്ദ്രം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു ഭയമുണ്ടാകും, ഉറപ്പായിട്ടും ഒരു ഭയമുണ്ടാകും. വിദ്യാർത്ഥികൾ ഇത്രയധികം പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയധികം വിദ്യാർത്ഥികൾ അവിടെ അണിനിരക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എത്രയധികം കുടുംബങ്ങളിൽ നിന്നായിരിക്കും ഇവർ വരിക? ഇത്രയും കുടുംബങ്ങളിൽ ഈ സർക്കാർ ചെയ്യുന്ന കൊള്ളരുതായ്മകളുടെ ഇമ്പാക്റ്റ് ഈ കുടുംബങ്ങളിലെല്ലാം ഉണ്ടാകും. അപ്പോൾ ഈ ഇമ്പാക്റ്റ് പ്രതിഫലിക്കുന്നത് ഉറപ്പായും അടുത്ത തിരഞ്ഞെടുപ്പിലായിരിക്കും. ചിലപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഇതെല്ലാം മറന്നു പോകുമായിരിക്കാം. പക്ഷെ കുറേയധികം ആൾക്കാരുടെ മനസ്സിൽ ഇതെല്ലാം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെയുള്ള വലിയൊരു പോരാട്ടം തന്നെയാണിത്. നമ്മൾ ഈ റീലുകളിലൊക്കെ കാണുന്നില്ലേ, ദേ അണ്ടർ എസ്റ്റിമേറ്റഡ് ദ ജനറേഷൻ. ഉറപ്പായിട്ടും ശരിക്കും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് ശരിക്കും അഭിമാനം തോന്നുന്നുണ്ട് കുട്ടികളെ പറ്റി ആലോചിക്കുമ്പോൾ. അവരിത്രയും ശബ്ദമുയർത്താൻ തയ്യാറാവുകയാണ്. ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ UPA സർക്കാരാണ് അധികാരത്തിലുള്ളത്. അന്നൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ആൾക്കാർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശമുണ്ട്, കുറച്ചുകൂടെയൊക്കെ സംസാരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അതല്ല ഇപ്പോൾ ഒരു പ്രസ് മീറ്റ് നടത്താത്ത നമ്മുടെ പ്രധാനമന്ത്രി, മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ തയ്യാറാകാത്ത പ്രധാനമന്ത്രി, അതുപോലെ തന്നെ നാട്ടിൽ എന്ത് നടന്നാലും പ്രതിഷേധിച്ചാൽ പോലും അത് തിരുത്താൻ തയ്യാറാകാത്തൊരു പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഇത്രയും വലിയൊരു പ്രതിഷേധം നടത്താൻ നമ്മുടെ കുട്ടികൾ തയ്യാറാവുകയാണെങ്കിൽ അത് തന്നെയാണ് വലിയ മാറ്റം എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ പോലീസാണ് ഇവരെ അടിച്ചമർത്തുന്നത്. പോലീസ് അതും സാധാ പോലീസുകാരല്ല, CRPF പോലുള്ള വലിയ പ്രധാനമായ സൈനിക വിഭാഗങ്ങളാണ് അടിച്ചു മാറ്റുന്നത്. അത് എന്തുകൊണ്ടാണ് അടിക്കുന്നത്? ഈ ഇരുമ്പ് ദണ്ട്, അല്ലെങ്കിൽ മറ്റേ മരക്കഷ്ണം, ഈ മുള പോലുള്ള വലിയ ദണ്ടുകൾ കൊണ്ടാണ് അടിക്കുന്നത്. ഇത് അടിക്കുമ്പോൾ ഈ ശരീരത്തിൽ അടി കൊണ്ടിട്ട് ഒടിയുന്നുണ്ടെന്നേ. അപ്പം അത്രയ്ക്കും വേദനിപ്പിക്കുന്നത്. ഇത് ആരെയാണ്? ഈ ആഭ്യന്തര മന്ത്രാലയമാണല്ലോ ഇതിൻ്റെ പ്രധാനമായിട്ടും ഈ സൈനിക വിഭാഗങ്ങളെ ഏൽപ്പിക്കുന്നത്. ആരാണ് ഈ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ
മേൽ ആരാണ് ഭരിക്കുന്നത്? അത് അമിത്ഷാ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇത് ഒന്നും അറിയാതെയൊന്നും അല്ല, ഇത് കൃത്യമായ പ്ലാനിങ്ങോട് തന്നെയാണ് നല്ല അടിച്ചമർത്തപ്പെടുന്നത്. പക്ഷേ ഇവിടെ അടിച്ചമർത്തപ്പെടുമ്പോൾ ഈ വിദ്യാർത്ഥികളിൽ നിന്ന് വരുന്ന ഒരു രോഷമുണ്ട്. അവർ ഇനിയും പ്രതികരിക്കും. കാരണം ഇപ്പോൾ CJP എന്ന സംഘടന ആദ്യമായി ഒരു സ്വതന്ത്ര സംഘടന ആണെങ്കിലും അതൊരു കളിയാക്കലിൻ്റെ പേരിൽ നിന്നുണ്ടായതാണെങ്കിൽ തന്നെയും ഇവർ ആദ്യം ഒരു അരാഷ്ട്രീയ സംഘടന ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അതെ, ആദ്യഘട്ടത്തിൽ ഇത് ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്, ഒരു പണിയില്ലാതെ കുറെ ആൾക്കാർ ഇറങ്ങിയോ എന്ന് തോന്നിയിടത്ത് നിന്ന് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഒരു റെവല്യൂഷൻ തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്ന് അവർ തന്നെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഉറപ്പായിട്ടും അത് അങ്ങനെ തുടങ്ങിയതിൽ നിന്നാണ് അവരിപ്പോൾ ഇത്രയും പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതൊരു വ്യക്തമായ രാഷ്ട്രീയം ഇല്ലെങ്കിലും ഇപ്പോൾ അവർ കൃത്യമായി ആദ്യം അവർ നീറ്റ് പരീക്ഷയ്ക്കെതിരെ മാത്രമായിരുന്നു. ഇപ്പോൾ അത് ഗവൺമെൻറ്റും കൂടെ അവർക്കെതിരെ തിരിയുന്നു എന്ന് കണ്ടപ്പോൾ അവർ ഗവൺമെൻറ്റിന് എതിരെ തിരിയാൻ തുടങ്ങി എന്നുള്ളതാണ്. അത് നമ്മൾ ഒരിക്കലും നോക്കിക്കാണാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ ഗവൺമെൻറ് ഇത്രയും നീചമായിട്ട്, ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ്, ഇത്രയും ഒരു അടിച്ചമർത്തൽ ഗവൺമെൻറ് ഇങ്ങനെ ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റിനെ പോലെ പെരുമാറുന്നു എന്നുള്ളതാണ്. അതും കുട്ടികളോട്. നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ എന്താണ് ചിന്തിക്കുക, വിദ്യാർത്ഥികൾ, കുട്ടികൾ, സ്ത്രീകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരുകൾക്ക് അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന പോലീസുകാർക്കെങ്കിലും ഒരു അനുകമ്പ തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അവർക്കുള്ള രോഷം എന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നത്, നമ്മുടെ കുട്ടികൾക്കുള്ള രോഷം എന്നതിനേക്കാൾ അവരുടെ എല്ലാം വിഷമമാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കുറേ വീഡിയോസും ഈ മാധ്യമങ്ങളിലൂടെ നമ്മൾ വെറുതെ സ്ക്രോൾ ചെയ്താൽ കുറേ കാണുന്നുണ്ട്. അതുവഴി സമാധാനമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്ത് സൈഡിൽ കൂടെ പോകുന്ന ആൾക്കാരെ മർദ്ദിക്കുന്നു, ആ കുഞ്ഞുങ്ങൾ കരയാണ്, എന്നെ എന്തിനാ തല്ലിയത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അത് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നതാണ്. അതുപോലെ തന്നെ ഇതിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയപ്പോൾ അമ്മയെ തല്ലിയാലും 2 പങ്കുണ്ട് എന്ന് പറയുന്ന നാട്ടിൽ, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ കുറേ ആൾക്കാർ ഇത് പറയുന്നുണ്ട്. പ്രൊട്ടസ്റ്റ് ചെയ്യാൻ അവർ പെർമിഷൻ എടുത്തായിരുന്നോ, പെർമിഷൻ ഇല്ലാതെ പ്രൊട്ടസ്റ്റ് ചെയ്താൽ പിന്നെ ഇങ്ങനെ ഉണ്ടാവില്ലേ? ഈ പെർമിഷൻ ഇല്ലാതെ പ്രൊട്ടസ്റ്റ് ചെയ്താൽ ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ ഇതൊരു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് പറയുന്നിടത്ത് അവിടെ ഒരു സ്പേസ് ഇല്ല. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരാൾക്ക് സംസാരിക്കാൻ സ്പേസ് കൊടുക്കുന്നില്ലെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ എല്ലാ പക്ഷവും പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ പ്രിയദർശിനി പദ്ധതി നല്ലതാണ്, പ്രിയദർശിനി വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതുപോലെ സ്ത്രീ സുരക്ഷ, സ്ത്രീക്ക് എന്തിന് സുരക്ഷ എന്ന് ചോദിക്കുന്നവരുണ്ട്. രാത്രി എന്തിന് സ്ത്രീ ഇറങ്ങണം എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം നമ്മുടെ അഭിപ്രായം, എനിക്കൊരു അഭിപ്രായമുണ്ട്. ഓപ്പോസിറ്റ് അഭിപ്രായമുള്ള ആളെ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഈ നാട് എങ്ങോട്ടായിരിക്കും പോവുക? അതൊരു കൃത്യമായ ഫാസിസ്റ്റ് ഭരണത്തിലേക്ക് തന്നെയായിരിക്കും പോവുക. കാരണം നമ്മൾ ആ സമരമുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ 4 വയസ്സ് അല്ലെങ്കിൽ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ അവിടെ പ്രതിഷേധം വിളിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് നമ്മൾ ആ നീറ്റ് പരീക്ഷ എഴുതുന്നവർ മാത്രമല്ല, 4ാം ക്ലാസ് മുതൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, കൊച്ചുകുട്ടികൾ, പെൺകുട്ടികളാണ്. പക്ഷേ ഇവർ പെൺകുട്ടികളെ അടിച്ചു വീഴ്ത്തുകയാണ്. ഇപ്പോൾ ഈ യുവാക്കളെ മാത്രമല്ല, പെൺകുട്ടികളെ അടിച്ചു വീഴ്ത്തുകയാണ്. അതും പെൺകുട്ടികളാണെന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാതെ അടിച്ചു വീഴ്ത്തുകയാണ് വിദ്യാർത്ഥികളെല്ലാവരെയും. അത് വളരെയധികം വേദനിപ്പിക്കുന്നൊരു കാര്യം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, കുറച്ചും കൂടെ ഇപ്പോൾ പൊതുവേ പ്രകാശ് രാജൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഇതിലിത്രയും സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. സിനിമയിലെ ഹീറോകളാരും അവിടെ ആ പ്രതിഷേധ മുഖത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ സിനിമയിലൊരു വില്ലൻ അവിടെ എത്തി, അതാണ് പ്രകാശ് രാജ്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് യുവ നേതാക്കളും പ്രധാന നടന്മാരെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്തു. എനിക്കിതിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ജാൻമോണിദാസിനെയാണ്. സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കളിയാക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ കഴിയുമെന്ന് ചോദിച്ചാൽ തപ്പേണ്ടിയിരിക്കുന്നു. അതായത് ജാൻമോണിദാസ് ഒരു മേക്കപ്പ് പരമായിട്ടുള്ളൊരു വീഡിയോ ഇട്ടോട്ടെ, അല്ലെങ്കിൽ എന്ത് വീഡിയോ ഇട്ടാലും അതിൻ്റെ താഴെ വന്ന് മോശം കമൻ്റ് ഇടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷേ സ്വന്തമായി ടിക്കറ്റ് എടുത്ത് സ്വന്തമായി പോയി, ജാൻമോണിദാസ് നാളെ നീറ്റ് പരീക്ഷ എഴുതാൻ പോകുന്നില്ല. ഈ പറയുന്നത് പോലെ സ്വന്തം വീട്ടിൽ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് അല്ല പ്രതിഷേധം നടക്കുന്നത്. പക്ഷേ അവിടെ പോയി പ്രതിഷേധത്തിന് പങ്കാളിയാകാൻ, അവിടെ ഈ പ്രതിഷേധം രേഖപ്പെടുത്താൻ അവരവിടെ എത്തിയിട്ടുണ്ട്. ഇതുപോലെ അറിയപ്പെടാതെ രഞ്ജിനി ഹരിദാസ് പോയിട്ടുണ്ട്. അതുപോലുള്ള കുറേ അധികം താരങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഇവരെല്ലാം ഈ പറഞ്ഞ പോലെ വലിയ പ്രിവിലേജ്ഡ് ക്ലാസ്സിൽ ഇരുന്നു കൊണ്ടല്ല ഇത് ചെയ്യുന്നത്. പക്ഷേ വലിയ പ്രിവിലേജ്ഡ് ക്ലാസ്സിൽ ഇരിക്കുന്ന ആൾക്കാരൊന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിപ്പോൾ മോഹൻലാലിൻ്റെ മകളിവിടെ വിസ്മയ പ്രതികരിച്ചു. അപ്പോൾ വിസ്മയക്ക് കൃത്യമായ ഒരു പൊളിറ്റിക്സ് ഉണ്ടായിട്ടല്ല സംസാരിക്കുന്നത്, അല്ലെങ്കിൽ കൃത്യമായ കക്ഷി രാഷ്ട്രീയമോ ഒന്നും ഉണ്ടായിട്ടല്ല അവിടെ സംസാരിക്കുന്നത്. തങ്ങളെപ്പോലെ തന്നെ ഒരു വിദ്യാർത്ഥികളാണ് അവിടെ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നത് എന്നുള്ള ധാരണ അവർക്കുണ്ട്. അങ്ങനെയുള്ള ഇപ്പോൾ ടൊവിനോ പ്രതികരിച്ചു. ഇപ്പോൾ ടൊവിനോയൊക്കെ പ്രതികരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒരു സംഘപരിവാറിൻ്റെ വിരുദ്ധനാക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. പലരും ഒരു അഭിപ്രായം പറയുന്നവനെ ഒരു അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും പല നടന്മാരും അഭിപ്രായം പറയാത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.